രാഹുൽ മാങ്കൂട്ടത്തിലെന്ന യുവ MLA കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ലൈംഗിക ആരോപണം നേരിട്ടപ്പോൾ തന്നെ സസ്പെൻഡ് ചെയ്യുകയും കോടതി ജാമ്യാപേക്ഷ തള്ളി മിനിറ്റുകൾക്കുള്ളിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതും ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ആശ്വാസമായി. കോൺഗ്രസ് പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു വെല്ലുവിളിയാകാമായിരുന്ന മാനഭംഗ കേസ് ഇപ്പോൾ CPMന്റെ മാനത്തെ ചോദ്യം ചെയ്യുകയാണ്. ഈ വിഷയത്തിൽ വിമർശിക്കുവാൻ CPMന് എന്തധികാരമെന്നാണ് പൊതുസംസാരം. വ്യൂ പോയിന്റ് ചർച്ച ചെയ്യുന്നു. മുഖം രക്ഷിക്കുവാൻ അശ്ലീല രാഷ്ട്രീയത്തെ കൂട്ടുപിടിക്കുന്നവർ. സ്വർണ്ണക്കൊള്ള, PM ശ്രീ പദ്ധതിയിലെ ഇരട്ടത്താപ്പ്, മുനമ്പം വഖഫ് വിഷയം, കിഫ്ബി മസാല ബോണ്ട്, മുഖ്യമന്ത്രിക്കും മകനും വന്ന ED നോട്ടീസ്, വിലക്കയറ്റം, പൊതുകടം, ആശമാരുടെ സമരം, നവകേരള ബസ്, പേപ്പട്ടി വിഷയം, വയനാട് ദുരന്തത്തിലെ ഉപേക്ഷയും കെടുകാര്യസ്ഥതയും, ADM നവീൻ ബാബുവിന്റെ വിഷയം, വന്യജീവി പ്രശ്നങ്ങൾ, മെഡിക്കൽ കോളേജിലെ സിസ്റ്റത്തിന്റെ തകരാറുകൾ, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങളെല്ലാം മുഖ്യധാരയിൽ നിന്നും മറച്ചുപിടിക്കുവാൻ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ പുറത്തിറക്കിയ അശ്ലീല രാഷ്ട്രീയ പരമ്പരയുടെ തുടർച്ചയായിട്ട് വേണം ഇത്തരം വില കുറഞ്ഞ രാഷ്ട്രീയ നാടകങ്ങളെ കണക്കാക്കാൻ. ശബരിമല സ്വർണ്ണ കൊള്ള കേസിൽ ഇന്നലെ ചില പ്രതികൾക്ക് ജാമ്യം നിഷേധിച്ചുകൊണ്ട് കേരള ഹൈക്കോടതി പറഞ്ഞത് ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളാണ്. അതായത് ഈ കേസിൽ ഇനിയും ഒരുപാട് പ്രധാനപ്പെട്ട ആളുകളെ കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട് എന്നാണ് കോടതി പറയുന്നത്. ശബരിമല സ്വർണ്ണക്കേസിൽ ഇപ്പോൾ അറസ്റ്റിലായവർ കൂടാതെ ഒരുപാട് പ്രധാനപ്പെട്ട ആളുകൾ ഇനിയും ഈ കേസിൽ അവരെക്കുറിച്ച് അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്ന് കോടതി പറഞ്ഞു. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുറകിൽ വൻ തോക്കുകൾ എന്നുള്ള വാക്കാണ് കോടതി ഉപയോഗിച്ചത്. വൻ തോക്കുകളുണ്ട്. ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടവരിനേക്കാൾ പ്രധാനപ്പെട്ട ആളുകൾ, പ്രധാനപ്പെട്ട വൻതോക്കുകൾ ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് പുറകിലുണ്ട് എന്നാണ്. മുൻ ദേവസ്വം മന്ത്രി, ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി, അതുപോലെ ദൈവതുല്യനായ ആളെന്ന് പത്മകുമാർ വിശേഷിപ്പിച്ച ആളുകൾ ഉൾപ്പെടെ എല്ലാ വൻതോക്കുകളും ഇതിനകത്തുണ്ട്. അപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജയിലിലേക്കുള്ള CPM നേതാക്കളുടെ ഘോഷയാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയും ഇതിനേക്കാൾ വലിയ നേതാക്കന്മാർ വന്നു ചേരാനുണ്ട് എന്നാണ് കോടതി വിധിയിലൂടെ പുറത്തു പറയേണ്ടത്. കേരളം മുഴുവൻ അമ്പരന്ന് നിൽക്കുകയാണ്. കാരണം രണ്ട് പ്രധാനപ്പെട്ട CPM നേതാക്കൾ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ജയിലിലായിട്ടും അവർക്കെതിരെ നടപടിയെടുക്കില്ല എന്ന വാശിയാണ് CPMന്. അതായത് മോഷണ കേസിൽ, അയ്യപ്പന്റെ സ്വർണം കവർന്ന കേസിൽ SIT അന്വേഷിച്ച് കോടതി മുമ്പാകെ തെളിവുകൾ ഹാജരാക്കി കോടതി റിമാൻഡിൽ അയച്ച് ജയിലിൽ കിടക്കുന്ന, വീണ്ടും ജാമ്യം കോടതി നിഷേധിച്ച ആളുകൾക്കെതിരായി പോലും നടപടിയെടുക്കാത്ത പാർട്ടിയാണ് CPM ഭയന്നാണ് നിൽക്കുന്നത്. ജയിലിലായ ആളുകളെ ഭയന്നാണ് നിൽക്കുന്നത്. കാരണം അവർ പുതിയ ആളുകളുടെ പേരുകൾ വെളിപ്പെടുത്തുമോ എന്നുള്ള പേടിയാണ് CPM നേതാക്കൾക്കുള്ളത്. അതുകൊണ്ട് അവർക്ക് കൊട പിടിച്ചു കൊടുക്കുകയാണ് ഗവൺമെന്റ്. സ്വർണ്ണക്കൊള്ളക്കാർക്ക്, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കാർക്ക് കൊട പിടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം പ്രതിപക്ഷം പറഞ്ഞത് വീണ്ടും അടിവരയിടുന്നതാണ്. BJPയും CPMഉം തമ്മിൽ ഒരു അവിഹിത ബാന്ധവമുണ്ട് എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണമാണ് ഇന്നലെ പാർലമെന്റിൽ ശരിവെക്കപ്പെട്ടത്. PM ശ്രീ ഒപ്പുവെച്ചതിന്റെ പാലമായി പ്രവർത്തിച്ചത് ശ്രീ ജോൺ ബ്രിട്ടാസ് ആണെന്നാണ് പറയുന്നത്. എന്തിനാണ് ഈ പാലം? ഇവിടെ പോളിറ്റ് ബ്യൂറോ അറിയാതെ, സെക്രട്ടേറിയറ്റ് അറിയാതെ, ക്യാബിനറ്റ് അറിയാതെ, ഇടതുമുന്നണി അറിയാതെ അമിത്ഷായും നരേന്ദ്രമോദിയും പറഞ്ഞ സ്ഥലത്ത് ഒപ്പിട്ട് കൊടുത്ത ആളാണ് പിണറായി വിജയൻ. അവർ പറയുന്നിടത്ത് ഒപ്പിട്ട് കൊടുക്കലാണ്. ആ ഒപ്പിട്ട് കൊടുക്കുന്നതിന്റെ ഇടനിലക്കാരൻ ജോൺ ബ്രിട്ടാസ് ആയിരുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മന്ത്രി തന്നെ പാർലമെന്റിൽ പറഞ്ഞതാണ്. അപ്പൊ BJPയും CPMഉം തമ്മിലുള്ള അവിഹിത ബന്ധത്തിന് നേരത്തെ ശ്രീ M ആയിരുന്നു ഇടനിലക്കാരൻ. മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് RSS നേതാക്കളും പിണറായി വിജയനും തമ്മിൽ നടത്തിയ ചർച്ചയുടെ ഇടനിലക്കാരൻ ശ്രീ M ആണെങ്കിൽ ഇപ്പോൾ ഒരു പുതിയ ഇടനിലക്കാരൻ ജോൺ ബ്രിട്ടാസ് കൂടി വന്നിരിക്കുന്നു. ഒരുപാട് ഇടനിലക്കാരുണ്ട്. തൃശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി നടത്തിയ ശ്രമത്തിൽ RSS നേതാവ് ഹൊസബളയുമായി സംസാരിച്ച പിണറായി വിജയന്റെ ഇടനിലക്കാരൻ അഡീഷണൽ DGP ആയിരുന്നു. അപ്പൊ ഒരുപാട് ഇടനിലക്കാരെ വെച്ചുകൊണ്ട് ഒരുപാട് പാലങ്ങൾ പണിതുകൊണ്ട്, ഈ പാലം പണിതത് പിണറായി വിജയനാണ്.
ഈ PM ശ്രീ ഒപ്പുവെക്കാൻ പറയും കയ്യാളിന്റെ ജോലി നമ്മുടെ ശിവൻകുട്ടിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പാലത്തിലൂടെ നടക്കുന്നത് നല്ല കാര്യത്തിനല്ലല്ലോ, കേരളത്തിന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ല. BJP CPM ബാന്ധവമാണ്, അത് വ്യക്തമായിരിക്കുന്നു. അപ്പൊ പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങൾ ശബരിമല കൊള്ളക്കേസിലാണെങ്കിലും അതുപോലെ ഈ CPM BJP അവിഹിത ബാന്ധവത്തിലാണെങ്കിലും ഓരോ കാര്യവും പുറത്തു വരുന്നത് ഞങ്ങൾ പറഞ്ഞിരുന്നത് ശരിയായിരുന്നു എന്നതിലാണ്. ആ കൃത്യമാണല്ലോ. അതായത് അയ്യപ്പന്റെ സ്വർണം കവർന്ന കോടതി എന്താ പറഞ്ഞത്? സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പം കോടീശ്വരന് വിറ്റുവെന്ന്. എന്നിട്ട് വ്യാജ ചെമ്പിൽ ഇത് ഉണ്ടാക്കി ചെന്നൈ കൊണ്ടുപോയി സ്വർണം പൂശുന്നത്. അപ്പൊ കോടികളുടെ ഇടപാടാണ്, സ്വർണത്തിന്റെ വിലയല്ല. ആ കോടികളുടെ ഇടപാട് നടന്നതിൽ ഇപ്പൊ വീണ്ടും രണ്ടാമത് പത്മകുമാർ പ്രതിയായി, സ്വർണ്ണപ്പാളിയുടെ കേസിലും പ്രതിയായി. അപ്പോ എന്നിട്ടും അവർക്കെതിരായി നടപടിയെടുക്കില്ല. അപ്പൊ പാർട്ടിക്ക് ബന്ധമുണ്ട്, പാർട്ടി അവരെ ഭയന്നാ നിൽക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ കോൺഗ്രസ് പുലർത്തിയ ധാർമ്മികത മുകേഷിന്റെയും അയ്യപ്പന്റെ സ്വർണം കട്ട N വാസുവിന്റെയും പത്മകുമാറിന്റെയും വിഷയത്തിൽ CPM കൈക്കൊണ്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റേത് അതിതീവ്രമായ പീഡനമാണല്ലോ, മറ്റേത് തീവ്രത കുറഞ്ഞതായിരിക്കാം. പീഡനമാണെന്ന് ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ലല്ലോ എന്നായിരുന്നു ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ലസിത നായരുടെ വിചിത്ര പ്രതികരണം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ICUവിൽ പീഡനത്തിനിരയായ യുവതി നീതിക്ക് വേണ്ടി സമരം നടത്തിയിട്ട് ഇവിടെ എന്താണ് സംഭവിച്ചത്? പീഡിപ്പിച്ചയാളെ സംരക്ഷിച്ചവർ അതിജീവിതയ്ക്കൊപ്പം നിന്നവരെ ശിക്ഷിച്ചു. ഈ ദുഷിച്ച സിസ്റ്റത്തിൽ നിന്നും അയാളെ പുറത്താക്കുവാൻ 2 വർഷം കാത്തിരിക്കേണ്ടി വന്നു. വഴിയെ പോയവരെ കയറിപ്പിടിച്ച CPM പ്രവർത്തകർക്കെതിരെ പരാതി ലഭിച്ചിട്ടും പാർട്ടി കോടതി കേസ് തള്ളി. നേതൃത്വ പാഠവും വികസന സ്വപ്നങ്ങളുമായി പൊതുരംഗത്ത് സജീവമായിരുന്ന KK ശൈലജ മുഖ്യമന്ത്രിയാകുമെന്ന സ്വപ്നം കണ്ടവർക്ക് ഗൗരിയമ്മയുടെ ചരിത്രം വീണ്ടും എടുത്ത് വായിക്കേണ്ടി വന്നു. CPMൽ സ്ത്രീകൾ പഞ്ചപുച്ഛമടക്കി നിന്നതൊക്കെ രാഷ്ട്രീയ ചർച്ചയ്ക്കിടെ ചിലപ്പോഴൊക്കെ മറന്നുപോയിട്ടുണ്ടാകാം. CPM പ്രവർത്തകനായ കൊല്ലം പൂവറ്റൂർ സ്വദേശിയായ N വാസു 27-ാം വയസ്സിൽ കുളക്കട പഞ്ചായത്ത് പ്രസിഡന്റായി തുടക്കം കുറിച്ചതാണ്. പിന്നീട് വിജിലൻസ് ട്രൈബ്യൂണൽ ജഡ്ജിയായും 2006-2011 കാലത്ത് മന്ത്രി PK ഗുരുദാസിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായും പ്രവർത്തിച്ചു. തുടർന്നാണ് ദേവസ്വം കമ്മീഷണറായി നിയമനം നൽകിയത്. ദേവസ്വം കമ്മീഷണർ സ്ഥാനത്തേക്ക് IAS ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്ന ജസ്റ്റിസ് പരിപൂർണൻ കമ്മിറ്റി നിർദ്ദേശം പോലും കാറ്റിൽ പറത്തിയായിരുന്നു വാസുവിന്റെ നിയമനം. അർദ്ധ ജുഡീഷ്യൽ പദവിയുള്ള ആളെന്ന നിലയിലാണ് 2010-ലാണ് ഇടത് സർക്കാർ വാസുവിനെ ദേവസ്വം കമ്മീഷണറായി നിയമിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴായിരുന്നു വാസുവിനെ കമ്മീഷണർ തസ്തികയിലേക്ക് പരിഗണിച്ചത്. 2 തവണ ദേവസ്വം കമ്മീഷണറായിരുന്ന വാസു ശക്തമായ പാർട്ടി പിന്തുണയോടെയാണ് 2019-ൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തെത്തിയത്. ഈ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങി 7 മാസത്തിനുള്ളിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വാസു തിരിച്ചെത്തിയത് പാർട്ടി കേന്ദ്രങ്ങളെ പോലും അന്ന് ഞെട്ടിച്ചിരുന്നു. അയ്യപ്പന്റെ ഒരു തരി പൊന്നു പോലും നഷ്ടമാകില്ലെന്നും സ്വർണക്കൊള്ളയിൽ CPMൽ ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ പാർട്ടി നടപടി ഉണ്ടാകുമെന്നും MV ഗോവിന്ദൻ പാഴ്വാക്ക് പറഞ്ഞതല്ലാതെ CPMന്റെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ A പത്മകുമാറിനെതിരെയോ N വാസുവിനെതിരെയോ പാർട്ടി ഒരു നടപടിയും കൈക്കൊണ്ടില്ല. മാങ്കൂട്ടത്തിലിന്റെ വിഷയത്തിൽ തിടുക്കം കൂട്ടിയവർ ഇവർ കുറ്റാരോപിതരല്ലേ, കുറ്റക്കാരാണെന്ന് കോടതി പറയട്ടെ എന്ന നിലപാടാണ് സ്വീകരിച്ചത്. സ്വർണം കട്ടവരെ CPM ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല സംരക്ഷിക്കുകയും ചെയ്തു. മുൻ ദേവസ്വം മന്ത്രിക്ക് നേരെ സംശയങ്ങൾ ഉയരുമ്പോൾ എന്താണ് നടന്നതെന്ന് പാർട്ടിയും സർക്കാരും മറുപടി പറയണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് കൊല്ലം കോർപ്പറേഷൻ്റെയും കൊല്ലം ജില്ലയിലെയും സംഘടനാ പ്രവർത്തനങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് രാവിലെ മുതലേ ഇവിടെ എത്തിയത്. വലിയ മുന്നേറ്റമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് കൊല്ലം ജില്ലയിലും കോർപ്പറേഷനിലുമൊക്കെ ഉണ്ടാവാൻ പോകുന്നത്. വളരെ വിശദമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു, ആവശ്യമായ പരിപാടികൾ ആസൂത്രണം ചെയ്തു. വമ്പിച്ച വിജയത്തിലേക്ക് ജില്ലയാകെ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ള ജില്ലകളിലൊന്നാണ് കൊല്ലം ജില്ല, ഏത് ജില്ലയേക്കാളും. കാരണം ഇവിടെ CPIMും CPIയും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി നിന്നാൽ അതിനെ പരാജയപ്പെടുത്താൻ സാധിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും രാഷ്ട്രീയ കൂട്ടുകെട്ടും കേരളത്തിലില്ല. ജമാഅത്തെ ഇസ്ലാമിയും SDPIയും ഉൾക്കൊള്ളുന്ന വർഗീയ വിഭാഗത്തെ അതിൻ്റെ ആശയ നേതൃത്വമായി അംഗീകരിച്ച UDF
വർഗീയമായിട്ട് തന്നെയാണ് സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. വി ഡി സതീശനും കുഞ്ഞാലിക്കുട്ടിയും വർഗീയമായ നിലപാട് സ്വീകരിക്കുകയാണ്. ആയിട്ടില്ല നിൽക്കട്ടെ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, അത് കേൾക്കട്ടെ ജനങ്ങൾ. നിങ്ങൾക്കുള്ള നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ മനസ്സിലായില്ലേ, പറഞ്ഞാൽ മനസ്സിലായില്ലേ? നിങ്ങൾക്ക് എന്താ ഏതാ ഇത് അതാണ് ജനത്തിൻ്റെയാണ്, അതിൻ്റെ ഒരു വിഷമാണ്. ഒന്നും കൂടി ഞാൻ പറയാം, എന്താണെന്നറിയോ? അതായത് രണ്ട് വർഗീയ മുന്നണികളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് കേരളത്തിലുള്ളത്. ഒന്ന് ഭൂരിപക്ഷ വർഗീയത കൈകാര്യം ചെയ്യുന്ന ഏറ്റവും കടുത്ത വർഗീയതയാണ് രാജ്യത്താകെ ധ്രുവീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന RSSും സംഘപരിവാർ വിഭാഗങ്ങളും ഉൾക്കൊള്ളുന്ന ഭൂരിപക്ഷ വർഗീയ കൂട്ടുകെട്ട്. അതാണ് BJPയും NDAയും. അതിൻ്റെ ഒപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയെയും SDPയെയും ചേർത്തുകൊണ്ട് കേരളത്തിൽ മതനിരപേക്ഷതയ്ക്കായിട്ടുള്ള അതിശക്തിയായ വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിഭാഗം നേതൃത്വം നൽകുന്നതാണ് യഥാർത്ഥ ആശയതലത്തിൽ. അവരാണ് വി ഡി സതീശനും അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള എന്ന് പറഞ്ഞാൽ കോൺഗ്രസും ലീഗും. ഈ രണ്ടിനുമെതിരായിട്ടുള്ള മതനിരപേക്ഷ ഉള്ളടക്കത്തോടു കൂടിയുള്ള അതിശക്തിയായ രാഷ്ട്രീയ പോരാട്ടമാണ് കേരളത്തിലുടനീളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അതിന് പോറലേൽപ്പിക്കാൻ വേണ്ടി എന്ത് കള്ളപ്രചാരവേല നടത്തിയാലും ആര് വിചാരിച്ചാലും സാധിക്കുന്നതല്ല എന്ന കാര്യം ഞാൻ അസന്നിഗ്ധമായി ഈ സന്ദർഭത്തിൽ പ്രഖ്യാപിക്കുക. ചോദിച്ചോ ഒരു പ്രതിരോധമില്ല ഞങ്ങൾ മുമ്പേ പ്രതിരോധിച്ചു. ഒന്നാമത്തെ പ്രശ്നം വന്ന ആദ്യത്തെ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു, ശബരിമല അയ്യപ്പൻ്റെ ഒരു തരി സ്വർണം ആരും കാക്കാൻ പറ്റില്ല. അതിൻ്റെ ഭാഗമായി ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് നടക്കുന്ന SIT അന്വേഷണം, ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ആരൊക്കെയാണോ വേണ്ടത് അവരെല്ലാം പിടിക്കാം, ആവശ്യമായ അന്വേഷണം നടത്താം, ആവശ്യമായ നിലപാട് സ്വീകരിക്കാം, നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാം. അങ്ങനെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ ഒരാളെയും സംരക്ഷിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇല്ല, ആരെയും സംരക്ഷിക്കുകയും ചെയ്യില്ല, ആർക്ക് വേണ്ടിയും ഏതെങ്കിലും രീതിയിലുള്ള നിലപാട് വ്യത്യസ്തമായി എടുക്കുകയും ചെയ്യില്ല. ഉറച്ച നിലപാട് അന്നേ പറഞ്ഞിട്ടുള്ളതാണ്. ആ പറഞ്ഞ നിലപാടിലാണ് ഞങ്ങൾ ഇപ്പോഴും ഉള്ളത്. പാർട്ടിക്ക് യാതൊരു ഒന്നുമില്ല, പാർട്ടിക്ക് എന്തൊന്നും ഞങ്ങൾ ശുദ്ധമായ അതൊക്കെ വരട്ടേന്ന്. അത് അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യം ശരിയാവുമോ? ഇനി എന്തെല്ലാം വരാനുണ്ട്, എന്തൊക്കെ പ്രോസസ് കഴിഞ്ഞാലാണ് ഇവർ കുറ്റവാളിയാണോ അല്ലയോ എന്നൊക്കെ മനസ്സിലാവുക. നിങ്ങൾക്ക് പത്രവാർത്തയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ പ്രോസസ് നടക്കുക. നിങ്ങളെന്തിനാണ് വെപ്രാളപ്പെടുന്നത്? പകുതി വന്നിട്ട് നിലപാട് സ്വീകരിക്കേണ്ട കാര്യം നല്ലോണം പോകട്ടെ പോരെ? നല്ല അല്ല, അത് കോടതിയല്ലേ പറയേണ്ടത്? കോടതിയുടെ മുമ്പിൽ വരട്ടെ. വന്നിട്ടാകുമ്പോൾ നമുക്ക് പറയാം വരും. ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം വന്നല്ലോ. സജീവ പ്രവർത്തനമാണ് ആയിക്കോട്ടെ. ഇനി അദ്ദേഹത്തിനെ ശിക്ഷിക്കട്ടെ. അപ്പോൾ ആവശ്യമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. സംഘടന അറസ്റ്റ് ചെയ്തു എന്നുള്ളതുകൊണ്ട് മാത്രം ഒരാളെയും ശിക്ഷിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ അംഗീകരിച്ചിട്ടുണ്ടോ? അറസ്റ്റ് ചെയ്തു, അപ്പോൾ ഉടനെ തന്നെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കുന്നത്. നാഴികയ്ക്ക് 40 വട്ടവും അഴിമതിരഹിത സർക്കാർ എന്ന അവകാശവാദം ഉന്നയിക്കുന്നവർ അയ്യപ്പ സംഗമത്തിന്റെ ശോഭ കെടുത്തുവാൻ പ്രതിപക്ഷ പാർട്ടികൾ മനഃപൂർവ്വം കെട്ടിച്ചമച്ച കേസെന്നായിരുന്നു സ്വർണ്ണക്കൊള്ള വിഷയത്തിലെ CPMന്റെ ആദ്യ പ്രതികരണം. എന്നാൽ കക്കാൻ പഠിച്ചവന് നിൽക്കാൻ അറിയാമെന്ന് പറഞ്ഞതുപോലെ നയതന്ത്ര ബാഗിൽ സ്വർണം കടത്തിയത് ഉൾപ്പെടെ തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഇതെല്ലാം നല്ലവണ്ണം പൊതിഞ്ഞു സംരക്ഷിക്കുവാൻ ഭരണകക്ഷിക്ക് ആയെന്നത് അവരുടെ ഭരണ സാമർഥ്യമായിട്ട് വേണം കരുതാൻ. നടപടികളില്ലേ ഉണ്ടായിരുന്നു? ഒരു പൊതുപ്രവർത്തകന് ചേർന്നതാണോ? പൊതുസമൂഹത്തിന് ചേർന്നതാണോ? അത്തരമൊരു പൊതു വൈകൃതക്കാരൻ്റെ നടപടികളില്ലേ ഉണ്ടായിരുന്നു? ഒരു പൊതുപ്രവർത്തകന് ചേർന്നതാണോ? പൊതുസമൂഹത്തിന് ചേർന്നതാണോ? അത്തരമൊരു പൊതുപ്രവർത്തകനെ സാധാരണഗതിയിൽ പൊതുപ്രവർത്തനത്തിൽ നിന്ന് ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ തന്നെ മാറ്റി നിർത്താനല്ലേ ശ്രമിക്കേണ്ടിയിരുന്നത്? ഇപ്പോൾ വന്നിടത്തോളം കാര്യങ്ങൾ വന്നാൽ ആദ്യം വന്ന വാർത്തകളെല്ലാവരും ഇത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നേതൃത്വം അറിഞ്ഞിരുന്നു എന്നല്ലേ പറയുന്നത്? അങ്ങനെ നേതൃത്വം അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ ഭാവിയിലെ നിക്ഷേപം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നിങ്ങളെല്ലാവരും നല്ല ശൈലിയിൽ എഴുതുന്നവരും പറയുന്നവരുമാണല്ലോ. സ്വപ്ന സുരേഷിന്റെ സ്ഥാനത്ത് സരിത ഉണ്ടായിരുന്നപ്പോഴുണ്ടായ കോലാഹലങ്ങൾ സംസ്ഥാനം കണ്ടതാണ്.
പോലീസ് കസ്റ്റഡിയിലിരിക്കെ സോളാർ കേസ് പ്രതി ലൈംഗിക പീഡനം ആരോപിച്ച് എഴുതിയെന്ന് പറയപ്പെടുന്ന 25 പേജുള്ള കത്തിലെ അവസാന 4 പേജുകളാണ് ഉമ്മൻചാണ്ടിക്കെതിരെ ഉപയോഗിച്ചത്. എന്നാൽ കത്തിന് 21 പേജ് ഉണ്ടായിരുന്നുള്ളൂവെന്ന് ജയിൽ സൂപ്രണ്ട് വിശ്വനാഥ കുറുപ്പ് പിന്നീട് മൊഴി നൽകി. 2013 മുതൽ നീണ്ട 9 വർഷക്കാലം തെരഞ്ഞെടുപ്പ് വിജയത്തിന് അടിസ്ഥാനരഹിതവും കെട്ടിച്ചമച്ചതുമായ ഈ ആരോപണങ്ങൾ ചുവപ്പൻ രാഷ്ട്രീയത്തിന് കൊടിപിടിച്ചു. ചുവപ്പൻ രാഷ്ട്രീയ നാടകങ്ങൾ അതിദാരിദ്ര്യത്തെ തുടച്ചു നീക്കിയില്ലെങ്കിലും പൊതുകടത്തിൽ മുങ്ങിയ കേരള സംസ്ഥാനത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലുവാൻ കെൽപ്പുള്ളതായിരുന്നു. പെൻഷൻ കൊടുക്കുവാനും മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങളും മരുന്നും മേടിക്കുവാനും നിവൃത്തിയില്ലാത്ത കടം കൊണ്ടു മൂടിയ സർക്കാരിന് പണമില്ലെങ്കിലും മുഖ്യമന്ത്രിയുടെ ആഡംബര ഭ്രമത്തിന് ഒപ്പിട്ട് പാസാക്കാൻ കോടികൾ ഖജനാവിലുണ്ടായിരുന്നു. അതിനിവിടെ ഒത്തുതീർപ്പൻ ചർച്ചകളും സമരങ്ങളുമില്ല. രണ്ടാം ഭരണം പൂർത്തിയാക്കുന്ന പിണറായി സർക്കാർ 414 ദിവസം സമരം ചെയ്ത മുനമ്പത്തെ 610 കുടുംബങ്ങളുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തെയും കുപ്പിയിലടച്ചതിന് ജനം സാക്ഷിയായി. ആ പഞ്ചായത്തിലൊരു പ്രസിഡന്റ് ഉണ്ടായിട്ട് ഇതുവരെ തിരിഞ്ഞു നോക്കാത്ത സമരത്തിൽ പന്തലഴിക്കുവാൻ പ്രചരണ ചൂടിലും മന്ത്രിമാർ എത്തിയിട്ടുണ്ടെങ്കിൽ തിരഞ്ഞെടുപ്പിൽ ഈ ചെറുത്തുനിൽപ്പ് നിർണായകമാകുമെന്ന ബോധ്യം കൊണ്ടാകണം. ബഹുമാനപ്പെട്ട ജോഷി മയ്യാറ്റിലച്ചന്റെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ സെമിത്തേരി പുനരുദ്ധരിക്കുവാൻ വേണ്ടി തൽക്കാലം സമരം നിർത്തിവെക്കുന്നുവെന്നാണ് പള്ളിയിൽ അനൗൺസ് ചെയ്തത്. അങ്ങനെയെങ്കിൽ 2 LDF മന്ത്രിമാരും ഒരു LDF MLAയും അവിടെ എത്തിയത് സെമിത്തേരി ശരിയാക്കാനായിരുന്നു എന്ന് വേണം കരുതാൻ. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ചിലർ ലോലിപോപ്പുമായി വരും. ആ ചതിയിൽ മുനമ്പവും വീണുപോയ എന്ന സംശയത്തിലാണ് മുനമ്പം പ്രദേശവാസികൾ. ഈ സമയത്ത് പറയാനുള്ളത്, ഇലക്ഷൻ സമയത്ത് രാഷ്ട്രീയക്കാർ ലോലിപോപ്പുമായിട്ട് വരുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ ലോലിപോപ്പിൽ നമ്മൾ മയങ്ങിയോന്നൊരു സംശയം. അപ്പോൾ ഒത്തിരി വേദനയോടെ തന്നെയാണ് ഈ സമരപ്പന്തലിരിക്കുന്നത്. ഇന്നിവിടെ ഈ സമരം താൽക്കാലികമായിട്ട് നിർത്തുകയാണെന്ന് അറിഞ്ഞു. കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം നമ്മുടെ കൂടെ നിന്നൊരു സമരമായിരുന്നു ഇത്. അപ്പോൾ ഒത്തിരി നാൾ ഇവിടെ നിന്ന ഒരു അംഗം എന്ന നിലയിൽ ഒത്തിരി വേദനയോടെയാണ് ഇന്ന് നിൽക്കുന്നത്. കാരണം നീതിക്ക് വേണ്ടിയിട്ടുള്ളൊരു സമരമായിരുന്നു. മുനമ്പം തോറ്റാൽ ഭാരതം തോൽക്കുമെന്നാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത്. പക്ഷേ ഇത്ര നാൾ ഇവിടെ വരാത്ത, ഈ സമരപ്പന്തലിലോട്ട് കടന്നു വരാത്ത, പള്ളിമുറ്റത്ത് സമരപ്പന്തലുള്ളത് കൊണ്ടാണ് ഞങ്ങളിവിടെ വരാത്തതെന്ന് പറഞ്ഞവർ തന്നെ വന്ന് ഈ സമരം അവസാനിപ്പിക്കാൻ താൽക്കാലികമായിട്ടാണെങ്കിലും അവർ കടന്നു വരുമ്പോൾ ഇവിടെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് വരെ ഇതുവരെ കടന്നു വന്നിട്ടില്ല. അപ്പോൾ ഈ ഇലക്ഷൻ നാടകത്തിൽ നമ്മൾ വീണു എന്നൊരു സംശയം, ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എനിക്ക് തോന്നിയൊരു സംശയം, ഇത്ര നാളും ഈ സമരത്തിന് നിന്നത് ഒരു വ്യക്തി എന്ന നിലയിൽ തോന്നിയൊരു സംശയം. കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഇതൊരു വേദനയാണെന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും ഒത്തിരി വിഷമത്തോടെ തന്നെയാണ് ഈ സമരം അവസാനിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ട് നമ്മുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുന്നത് പോലെ വഖഫ് രജിസ്റ്ററിൽ നമ്മുടെ പേരെടുത്ത് മാറ്റുന്നത് വരെ ഈ സമരം തുടരുന്നതാണ് നമ്മൾ പറഞ്ഞിരുന്നത്. പിന്നെ ഇപ്പോൾ പറയുന്നു സർക്കാർ ഉറപ്പ് കൊടുത്തിട്ടുണ്ടെന്ന്. വാക്കാലെ കൊടുത്ത ഉറപ്പ്, രേഖാമൂലം കൊടുത്ത എത്ര ഉറപ്പുകൾ ഈ കേരളത്തിൽ പാലിക്കപ്പെടാതെ കിടക്കുന്നു. മൂലംപള്ളി നമുക്ക് ഉദാഹരണമാണ്. ഞങ്ങളിവിടെ അടുത്തുള്ള കോൺവെൻറ്റ് ബീച്ച് പാലം ഉദാഹരണമാണ്. അപ്പോൾ വെറും ഒരു വാക്കിൻ്റെ പുറത്ത് വിശ്വസിച്ച് ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊത്തിരി വേദനയുണ്ട്. അവർ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ റവന്യൂ, ഇപ്പം നമുക്കറിയാം ഇതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടാണ് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുന്നത് വരെ. അപ്പോൾ ഇപ്പോൾ താൽക്കാലികമായിട്ട് ഈ സമരം നിർത്തുകയാണെന്ന് നമ്മുടെ അച്ഛൻ പറഞ്ഞപ്പോൾ അത് നിർത്താനായിട്ട് അവർക്ക് മനസ്സില്ല. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഈ സമരം എന്ന് ഭൂസംരക്ഷണ സമിതി ഇവിടെ പുനരാരംഭിക്കുന്നു അന്ന് അവരിങ്ങോട്ട് തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സമരം നിർത്തില്ല. കാരണം സമരം നിർത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇലക്ഷൻ കഴിയുമ്പോൾ വലിയൊരു സ്റ്റേ വരാനുള്ള ചാൻസ് ഉണ്ട്. മുനമ്പം സമരം 2ാം ഘട്ടം പള്ളിമുറ്റത്തിന് പുറത്ത് പന്തലിട്ട് ആരംഭിച്ചു. കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ കരമടയ്ക്കുവാനുള്ള ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചെങ്കിലും പൂർണ്ണമായും റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കൊടുക്കുകയോ വഖഫിന്റെ ആസ്തി വിവര പട്ടികയിൽ നിന്ന് പേര് മാറ്റുവാനോ സർക്കാർ മുൻകൈയെടുത്തിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് പോലെ 2022 LDF സർക്കാർ അവതരിപ്പിച്ച വഖഫ് ഭൂമിക്ക് കരമടയ്ക്കാം എന്ന അതിപ്രീണന നാടകത്തിന് ശേഷം അവതരിപ്പിക്കുന്ന പുതിയ നാടകം. സർട്ടിഫിക്കറ്റ് തരാം, പക്ഷേ ഉപയോഗിക്കാൻ പറ്റൂല. പ്രിയപ്പെട്ടവരെ, മുനമ്പം വിഷയത്തിൽ എറണാകുളം ജില്ലാ കളക്ടർ ഒരു കത്ത് എഴുതിയിരിക്കുന്നത് നിങ്ങൾ കണ്ടു കാണും. അതിനെ പലരും ഉത്തരവ് ഇറങ്ങി എന്ന രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. അതൊരു ഉത്തരവാണെങ്കിൽ അവിടെ ആ ഓർഡറിൻ്റെയോ അല്ലെങ്കിൽ പ്രൊസീജിയറിൻ്റെയോ ഒഫീഷ്യൽ നമ്പർ ഏതാണ് അവിടെ ഉള്ളത്? ഇപ്പോൾ ഉള്ളത് വെറും ഒരു ഫയൽ നമ്പറാണ്. അതുകൊണ്ട് ഇത് ഒരു ഉത്തരവായി, അതായത് അത്രയ്ക്ക് ഇൻഒഫീഷ്യലായിട്ടുള്ളൊരു സാധനമാണ് അത് എന്ന് ആദ്യമേ മനസ്സിലാക്കുക. 2, കളക്ടർക്ക് ഇങ്ങനൊരു ഓർഡർ ആണെങ്കിൽ തന്നെയോ, ഓർഡർ ഇപ്പോൾ ഒരു ഓർഡർ വിടാൻ കളക്ടർക്ക് സാധിക്കുമോ? കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയത്തിൽ
ഓർഡർ ഇടാൻ സാധിക്കുമോ? ഇനി ആ കത്തിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ, കോടതിയുടെ വിധിക്കൊക്കെ വിധേയമായിട്ട് എന്ന്. അല്ല, ഈ കളക്ടർക്ക് ഇങ്ങനെ ഒരു കത്ത് എഴുതാൻ, അല്ലെങ്കിൽ പോട്ടെ ഓർഡർ ഇടാൻ പോലും എങ്ങനെയാണ് സാധിക്കുക? ഹൈക്കോടതി നടക്കുന്ന കേസിൽ ഒന്നാം പ്രതി ഈ ജില്ലാ കളക്ടറല്ലേ, ദ ഫസ്റ്റ് റെസ്പോണ്ടൻറ്റ്. ഇനി ആലോചിച്ച് നോക്കൂ, കോടതി അലക്ഷ്യത്തിന് ഈ കത്ത് വച്ചിട്ട് കോടതി അലക്ഷ്യത്തിന് ഒരു കേസ് വഖഫ് സംരക്ഷണ സമിതിയോ വഖഫ് സംരക്ഷണ വേദിയോ കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? അത്രയ്ക്ക് ദുർബലമാണ് ഈ കത്ത്. ഓർഡർ അല്ല ഇത് വെറും കത്താണ്. എന്തിനാണ് മനുഷ്യരുടെ കണ്ണിൽ പൊടിയിട്ട് ഇലക്ഷൻ ജയിക്കാൻ നോക്കുന്നത്? അതിന് ഈ ജില്ലാ കളക്ടർ എന്തിനാണ് ഇതുപോലെ ഒരു ലൊട്ടുലൊടുക്ക് കത്ത് എഴുതി വിട്ടിരിക്കുന്നത്? നിങ്ങളുടെ ഔദാര്യമൊന്നും ഞങ്ങൾക്ക് വേണ്ട. കോടതി വഴി തന്നെ സമ്പൂർണ്ണ റവന്യൂ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഞങ്ങൾക്കറിയാം. ഡിസംബർ 17 വിശദവാദം കേൾക്കുകയാണ്. സമ്പൂർണ്ണ റവന്യൂ അവകാശങ്ങൾ ഉടൻ തന്നെ തിരികെ കിട്ടാനുള്ള എല്ലാ സാഹചര്യവും ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എന്തിനാണ് ഈ കണ്ണിൽ പൊടിയിടൽ? ഇനി മുനമ്പങ്കാരോടാണ്. നിങ്ങൾ പോക്കുവരവ് എല്ലാം റെഡിയായി എന്ന് പറഞ്ഞിട്ട് പോക്കുവരവ് നടത്താൻ പോയപ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവം നിങ്ങൾക്കറിയാം. ഇനി ഈ കത്തിൻ്റെ വെളിച്ചത്തിൽ ഇന്ന് ആരെങ്കിലും, മുനമ്പത്തുള്ള ആരെങ്കിലും സ്വന്തം ഭൂമി സ്വന്തം മകൻ്റെയോ മകളുടെയോ പേരിലേക്ക് ഒന്ന് എഴുതി വയ്ക്കാൻ ഇന്നൊന്ന് ശ്രമിച്ചു നോക്കൂ, വിവരം അറിയും. ഈ ജില്ലാ കളക്ടറുടെ കത്തിൻ്റെ നിലവാരം അപ്പോൾ മനസ്സിലാകും. അതുകൊണ്ട് ചതിക്കപ്പെടാൻ നിന്നു കൊടുക്കാതിരിക്കുക. രണ്ടാം ഭരണം പൂർത്തിയാക്കി ഇറങ്ങുന്ന പിണറായി സർക്കാരിൽ ആഭ്യന്തര വകുപ്പാണോ, വനം വകുപ്പാണോ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണോ, അതോ ആരോഗ്യ വകുപ്പാണോ ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ തോൽവിയെന്ന അവസാന നിമിഷം വരെ നിർണയിക്കുവാൻ സാധിച്ചിട്ടില്ല. കേരളത്തിന്റെ സ്വന്തം ആരോഗ്യ വകുപ്പും മന്ത്രി വീണ ജോർജും ഡോക്ടർ ഹാരിസ് ചെറക്കൽ വെളിപ്പെടുത്തിയ നഗ്നസത്യങ്ങളെ വേരോടെ പിഴുതെറിയുവാൻ കാണിച്ച തിടുക്കവും ആർജവും ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഉൾപ്പെടെ അവശ്യ മരുന്നുകൾ കണ്ടേനെ. സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ കുടുംബസ്വത്തുണ്ടാക്കാനല്ല, സാധാരണക്കാരനു വേണ്ടിയാണ് സംസാരിച്ചതെന്ന മിനിമം ബോധ്യമെങ്കിലും ബഹുമാനപ്പെട്ട മന്ത്രി നിങ്ങൾ അദ്ദേഹത്തെ കള്ളനാക്കാൻ മെനക്കെട്ടപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ആരോഗ്യ മേഖലയിലെ അവകാശവാദങ്ങൾക്കപ്പുറം പൊതുജനം നിങ്ങളെ അംഗീകരിച്ചേനെ. കോഴിക്കോട്, കോട്ടയം മെഡിക്കൽ കോളേജുകളിൽ ഉൾപ്പെടെയുണ്ടായ അപകടങ്ങൾ കപ്പിത്താന്റെയും ഈ ദുഷിച്ച സിസ്റ്റത്തിന്റെയും അപജയമായിട്ട് വേണം കാണാൻ. ഇന്നും ദുരന്ത ഭൂമിയായി അവശേഷിക്കുന്ന വയനാട് മുണ്ടക്കൈ ചൂരൽമലയും കോഴിക്കോട്ടെ വിലങ്ങാടുമെല്ലാം പൊതുജനം അനുഭവിക്കുന്ന വേദനകളും ദുരിതവുമെല്ലാം നവകേരള ബസ്സിൽ ചുറ്റിക്കറങ്ങി അണ്ടിപ്പരിപ്പും ബദാമും പാലിൽ കുതിർത്ത് കഴിച്ചവർക്ക് ഒരുപക്ഷെ മനസ്സിലാകണമെന്നില്ല. കേന്ദ്ര സർക്കാരിനു പുറമെ പെട്രോളിനും ഡീസലിനുമടക്കം അവശ്യവസ്തുക്കൾക്ക് താങ്ങാൻ ആവുന്നതിലുമപ്പുറം നികുതി ചുമത്തി ജനങ്ങളുടെ നടുവൊടിക്കുന്ന സർക്കാരെ ഈ വിഷയങ്ങളിലെല്ലാം കേരള സമൂഹം മറുപടി അർഹിക്കുന്നു. കോൺഗ്രസിനുള്ളിലെ തമ്മിത്തല്ലും പ്രതിഷേധങ്ങളെ സജീവമായി നിലനിർത്തുവാനുള്ള പ്രതിപക്ഷത്തിന്റെ കഴിവില്ലായ്മയും ഭരിക്കുന്നവർ അനുഗ്രഹമായി കണ്ടിട്ടുണ്ടാകാം. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചൂടിൽ ഇതൊന്നും ആരും മറന്നുപോകാതിരിക്കട്ടെ. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ പൊതുനന്മയ്ക്കും വികസനത്തിനും സദ്ഭരണത്തിനും ഉതകുന്നതാകട്ടെ.